ഹായ് കുഞ്ഞുങ്ങളെ, എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ വീണ്ടും എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്നാണെന്നറിയാം, അപ്പോൾ എക്സാം ആകുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. കാരണം ഞാനൊക്കെ ഇതുപോലെ ഒത്തിരി ടെൻഷൻ അനുഭവിച്ചതാണ്. അപ്പോൾ എന്ത് പഠിക്കണം, മറന്നു പോകും എല്ലാം. അപ്പം അതിനാണ് ഞാൻ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ കൊണ്ട് വന്നത്. കാരണം നമ്മൾ ലെസൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്. അപ്പം ഈ മോഡലേ വരുള്ളൂ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഉറപ്പിച്ചു, ഇത് ഞാൻ തരുന്ന എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി, നിങ്ങൾക്ക് 95+ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Draw the coordinate axis and mark the points 2, 1 and 4, 3. ഇത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കോർഡിനേറ്റ്സ്. മിക്കവാറും നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ തരും. തന്നില്ലെങ്കിൽ നമുക്ക് മാർഗമുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ഞാൻ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. നിങ്ങളിത് പെൻസിൽ കൊണ്ടേ വരയ്ക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് എന്തെങ്കിലും വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്, റഫ് ഫിഗർ നിങ്ങൾ പേന കൊണ്ടൊക്കെ വരച്ചോ, പക്ഷെ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പെൻസിൽ കൊണ്ട് മാത്രം. ഇതാണ് നമ്മുടെ ഒറിജിൻ്റെ അവിടെ കോർഡിനേറ്റ് എന്നായിരിക്കും? രണ്ടും 0, 0. നിങ്ങൾ സ്കെയിൽ വെച്ച് 1 സെന്റിമീറ്റർ വെച്ച് എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തുക. അതേപോലെ 1 സെന്റിമീറ്റർ വെച്ച് വൈ ആക്സിസ് 1, 2, 3, 4, 5, 6, 7. ഇവിടെ 5 വരെ മതി. നമുക്ക് ഈ ഒരു കോർഡിനേറ്റ് മാത്രം മതിയാകും, ബാക്കിയൊന്നും വേണ്ട. നിങ്ങൾ നെഗറ്റീവ് ഒന്നും നിങ്ങളിപ്പോൾ അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് വരില്ല. നമുക്ക് അടയാളപ്പെടുത്തേണ്ട ഏതൊക്കെയാണ്? 2, 1 അടയാളപ്പെടുത്തണം, 4, 3. ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അതായത് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. എക്സ് ആക്സിസ് പെൻസിൽ വെച്ച് ഇതുപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് ഇതുപോലെ നിങ്ങൾ അടയാളപ്പെടുത്തണം കേട്ടല്ലോ. ഇനി ആദ്യം ആദ്യം കൊടുത്തിരിക്കുന്നത് എക്സ് കോർഡിനേറ്റും രണ്ടാമത് കൊടുത്തിരിക്കുന്നത് വൈ കോർഡിനേറ്റും ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം എക്സ് അടയാളപ്പെടുത്താം. എത്രയാ പറഞ്ഞേക്കുന്നത്? 2. അടുത്ത എത്രയാ? 1 വൈയിലും അടയാളപ്പെടുത്തി. ഇനി ഇത് എവിടെ അടയാളപ്പെടുത്തും? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? വൈയിൽ അടയാളപ്പെടുത്തുന്നിടത്തും നിങ്ങൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ടോട്ടൽ ലൈൻ വരയ്ക്കുക. ഇനി എക്സ് അടയാളപ്പെടുത്തുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ജോയിൻ ചെയ്യുന്നിടമായിരിക്കും നമ്മുടെ അവര് പറഞ്ഞിരിക്കുന്ന 2, 1. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അതേപോലെ നമുക്ക് അടുത്തത് 4x 3y. 4 ഇവിടെ അടയാളപ്പെടുത്തി, 3 എവിടെ അടയാളപ്പെടുത്തി? ഇവിടെ. വൈ ആക്സിസ് എങ്ങനെയായിട്ട് വരയ്ക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, പറ. ഹൊറിസോണ്ടൽ കേട്ടോ. ഇനി എക്സ് എങ്ങനെ വരയ്ക്കണമെന്നാ പറഞ്ഞേ? വെർട്ടിക്കൽ. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നതും കണ്ടോ? ഇതാണ് 4, 3. നോക്കിയേ, ഇത്രയൊന്ന് വരച്ചു വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കാ. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ വരയ്ക്കുക. നിങ്ങളൊന്നും വരയ്ക്കില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ലാൻഡിങ് ലൈൻ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പൊ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അടയാളപ്പെടുത്താൻ മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. 2 മാർക്ക്. സിമ്പിൾ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഇപ്പൊ 2 മാർക്ക് കിട്ടിയേ. ഇനി അടുത്ത 2 മാർക്ക് നമ്മൾ ഇപ്പൊ തന്നെ ചെയ്തെടുക്കും. ഓക്കെ, അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. അപ്പൊ നമുക്കിപ്പോ ലൈൻ കിട്ടിയത് ഇങ്ങനെയാണ്. സ്ലോപ്പ് 1, 2, 4, 3 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞൊരു സ്ലാൻഡിങ് ലൈൻ ആണ്. പിന്നെ സ്ലോപ്പ് അല്ലേ? അപ്പൊ ആ സ്ലോപ്പ് എത്രയാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. സ്ലോപ്പിന് ഫോർമുല ഉണ്ട്, അറിയാവോ? മറന്നു പോയിട്ടുണ്ടെങ്കിൽ സിമ്പിളാ, ഞാൻ പറഞ്ഞു തരാവേ. ഡിഫറൻസ് ഓഫ്, ഞാൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ, വൈ കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഓഫ് എക്സ് കോർഡിനേറ്റ്. പഠിച്ചില്ലേ? ഇപ്പം എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസിനെ എക്സ് കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിളാ. എന്താണ് വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ? y2 മൈനസ് y1. ഇനി എക്സ് കോർഡിനേറ്റ് പറയുമ്പോൾ x2 മൈനസ് x1. സിമ്പിൾ അല്ലേ? ഇനി എക്സ് ആണോ മേളി, വൈ ആണോ? ഇനി എക്സും വൈ ഒരുമിച്ചാണോ വരുന്നത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അത്രേ ഉള്ളൂ. വൈ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ചെയ്യുന്ന എക്സ് കോർഡിനേറ്റ് ഡിഫറൻസ്. ഇത് x1 y1, x2 y2. വൈ കോർഡിനേറ്റ് y2 എത്രയാ? 3 മൈനസ് 1. ഇതെത്രയാ? 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2/2. 2 വെട്ടിപ്പോ ആൻസർ എത്രയാണ്? 1. ഇപ്പൊ ഇങ്ങനെ എടുത്തെഴുതിയാൽ പോരെ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 1. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രം ഓർക്കുക, ഫോർമുല ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ്സ് ബൈ ഡിഫറൻസ് ഓഫ് എക്സ് കോർഡിനേറ്റ്. ഇപ്പൊ കിട്ടിയില്ല 2 മാർക്ക്. ഇനി അടുത്തത് തേർഡ്. ഇതിൽ സിമ്പിളാണ്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഒരു സർക്കിള്, ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 3, 2. അതിന്റെ ഡയമീറ്റർ സെന്റർ O ഞാൻ കൊടുക്കുവാണ്. ഞാൻ ഇവിടെ A, B എന്ന് കൊടുക്കുക. അതിന്റെ ഡയമീറ്റർ സെന്ററിൽ കൂടെ പോകുന്ന ലൈൻ അല്ലേ? ഇനി ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1, 2. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്.
ആണല്ലോ. ഇതുപോലത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനത് വെളിയിലോട്ട് എടുത്ത് വരയ്ക്കാം. 0 സെന്റർ ആണ്. A 1 2 ഇത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. സോറി, അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമുക്ക് മിഡ് പോയിന്റ് ഉണ്ട്, ഒരു കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ മറ്റേ സൈഡിലുള്ള കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഇത് മിഡ് പോയിന്റിന്റെ ഫോർമുലയായിട്ട് എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ? ഇക്വേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്താ മിഡ് പോയിന്റിന്റെ ഫോർമുല? x1 plus x2 by 2 y1 plus y2 by 2 is equal to മിഡ് പോയിന്റ്. ഫോർമുല ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. x1 plus x2 by 2 y1 plus y2 by 2. ഏത് നമ്മുടെ? ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. നമുക്ക് ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ്. അപ്പൊ വാല്യൂസ് ആദ്യമേ കൊടുക്കാം. x1 എത്രയാ? 1 plus x2 ഉണ്ടോ നമുക്ക്? ഇല്ല, x2 by 2. ഇനി അടുത്ത തന്നെ y1 2 plus y2 ഉണ്ടോ? ഇല്ല, by 2 is equal to നമ്മുടെ മിഡ് പോയിന്റ് ഉണ്ട്, എത്രയാണ്? 3 2 അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതും കൂടി ഇക്വേറ്റ് ചെയ്യുക, ഇതും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ആദ്യം എഴുതുവാണേ. 1 plus x2 by 2 is equal to ആരെ കൊടുക്കേണ്ടത്? ഇതല്ല എക്സിന്റെ. ഓക്കെ, 3 ആണോ? ഇനി സ്ഥലമില്ലാത്ത ഞാൻ ഇങ്ങോട്ട് എഴുതാവേ. 1 plus x2, ഇവിടെ 2 ഉണ്ടായിരുന്നു, ഇവിടെ 2നെ ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? x2നെ ഒറ്റയ്ക്കാക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. x2നെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന എല്ലാവരും, ഇപ്പൊ ഇവിടെ ആരുണ്ട്? +1 ഉണ്ട്, by 2 ഉണ്ട്, അവരെല്ലാം നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണേ. അപ്പൊ ആദ്യം ഞാൻ ഈ 2നെ കൊണ്ടുപോകാം, പിന്നെ ഇതിനെ കൊണ്ടുപോകാം. അപ്പൊ x2 ഇവിടെ എന്നാ ചെയ്യുമായിരുന്നു? ഡിവൈഡ്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വരുമ്പോ എന്തായിട്ട് മാറും? ആര് കിടപ്പുണ്ട്? 3 കിടപ്പുണ്ട്. അവരെ ആദ്യം എഴുതണം കേട്ടോ. ഇൻറ്റു ആയിട്ട് മാറും. ഞാൻ പഠിപ്പിച്ചില്ല നേരത്തെ. ഇവിടെ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് ചെയ്യണം. ഇനി ഓക്കെ, അപ്പം 1 plus x2 is equal to എത്രയെന്ന് കിട്ടി? 6 കിട്ടി. ഇനി x2നെ ഒറ്റയ്ക്കാക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 1 +1 ഉണ്ടായിരുന്നു അല്ലെ? പ്ലസ് ചെയ്യുമല്ലായിരുന്നു. അവരെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. ഇവിടെ പ്ലസ് ആണെങ്കിൽ അപ്പുറത്ത് വരുമ്പോ എന്തായിട്ട് മാറും? മൈനസ്. അപ്പൊ ആൻസർ എത്രയാണ്? 5. ഇതെല്ലാം പല പല സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒന്നും എഴുതണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഓരോ സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് 2നെ കൊണ്ടുപോകാം, അന്നേരം തന്നെ 1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. കണ്ടോ, സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗം ഒന്ന് എഴുതാലോ. ഏതാ? 2 plus y2 by 2 is equal to എത്രയാണ്? 2. മുമ്പത്തെ പോലെ 2 plus y2 is equal to 2 എഴുതി. ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുക. ഇവിടെ ഡിവൈഡ് ഇൻറ്റു 2. അപ്പൊ 2 plus y2 is equal to 2 into 2 4. y2നെ ഒറ്റയ്ക്കാക്കുമ്പോൾ ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്ത് വരും? ഇവിടത്തെ 4 ഉണ്ട്, അത് ആദ്യം എഴുതി. ഇത് +2 ആണ്, ഇപ്പുറത്ത് വരുമ്പോ എന്നാ വരും? -2 ആകും. 4 - 2 is equal to 2. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞല്ലോ ഞാൻ. എന്തിനു വേണ്ടിയാ? നമുക്ക് y2നെ ഒറ്റയ്ക്കാക്കണം. അപ്പം അവിടെ കിടക്കുന്ന എല്ലാവരും നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്നാ കിട്ടി? 2. അപ്പൊ ബി കോർഡിനേറ്റ് എന്നാ നമുക്ക് കിട്ടി? അതർ കോർഡിനേറ്റ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്? അതർ കോർഡിനേറ്റ് is equal to നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഓക്കെ, 5ഉം എത്ര കിട്ടി? 2. സിമ്പിൾ അല്ലേ? ഇത് ഒരെണ്ണം വരും കേട്ടോ. മിഡ് പോയിന്റും ഒരിടത്തെ കോർഡിനേറ്റ് നിന്ന് മറ്റേത് കണ്ടുപിടിക്കാൻ ഇത് ഷുവറാണ്. അപ്പം ഇത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മിഡ് പോയിന്റിന്റെ ഫോമിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ഒരു പ്രാവശ്യം ചെയ്താൽ പോലെ വായിച്ച് പഠിക്കല്ലേ കേട്ടോ. വായിച്ച് പഠിക്കല്ലേ. നിങ്ങളിത് കേട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒന്ന് തന്നെ ചെയ്യേ. നിങ്ങൾക്ക് ശരിയായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ശരി എന്നാ. താങ്ക് യു.